മനസ്സിലാക്കേണ്ട ആവശ്യം എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് ഞാൻ കയ്യും പറയേണ്ടത് പച്ച ചീത്തയാണ്. പക്ഷേ എനിക്ക് ആ ഭാഷ വശമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു അച്ഛനും മകളും തമ്മിലുള്ള അസുഖത്തെക്കുറിച്ചുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയതുകൊണ്ടാണ് ആ വീഡിയോ ഞങ്ങൾ സംപ്രേഷണം ചെയ്യാത്തത് എന്ന്. എന്തായാലും ഇന്ന് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അവിടെ അച്ഛനും മോളും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന്. ഇന്ന് ജാസ്മിനും നൂറയും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു. ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം നൂറ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കരച്ചില്. എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത്രമാത്രം കരയാൻ എന്തിരിക്കുന്നു എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കൊരു സിമ്പതിയും തോന്നുന്നില്ല, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സിമ്പതി അഭിനയിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഞാൻ ജാസ്മിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. അത് ശരിയാണ്, അവിടെ നമുക്ക് സിമ്പതി കാണിക്കേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ല. ബിഗ് ബോസ് വീടാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ബിഗ് ബോസിലേക്ക് വരേണ്ടത്. അല്ലാതെ ഈ നാടകം കളിക്കാനല്ല ബിഗ് ബോസിലോട്ട് വരേണ്ടത്. അതോട് മാറ്റി നിർത്താൻ ഞാൻ അതല്ല പറയാൻ വന്ന വിഷയം. അവിടെ വെച്ച് സംസാരിക്കുകയാണ്, ഗബ്രിയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഗബ്രി ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം എന്തത്ര കരയാൻ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്കും അറിയില്ല ബ്രോ, എന്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചിട്ട് പോലും എന്ന് പറഞ്ഞ വഴിക്ക് ജാസ്മിന് മനസ്സിലായി സിറ്റുവേഷൻ പോയി, എന്റെ വായിന്ന് വീണു എന്നുള്ള കാര്യം. അപ്പൊ തന്നെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. അപ്പോൾ അച്ഛൻ വിളിച്ച് അവളുടെ അടുത്ത്, അല്ലെങ്കിൽ അവളെ വാപ്പ വിളിച്ച് അവളുടെ അടുത്ത് സംസാരിച്ചത് എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വാപ്പയ്ക്ക് ബ്ലോക്ക് ആണെന്നും നാളെ ഓപ്പറേഷൻ ആണെന്നും ഒക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. എന്തായാലും ആ നാടകത്തിന് അങ്ങനെ തിരശീല വീണകിരിക്കുകയാണ്. ആ നാടകം അങ്ങനെ പൊട്ടി പാളീസായിരിക്കുകയാണ്. എന്തായാലും വാപ്പ വിളിച്ച് പൊരിച്ചു എന്നുള്ള സത്യം എന്തായാലും ജാസ്മിൻ ഇപ്പോൾ ലൈവില് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ആരോടാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ഗബ്രിയോട് തന്നെയാണ് ആ വാചകം പറഞ്ഞത്. ഗബ്രിക്ക് സത്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഗബ്രിയുടെ അടുത്തത് പറഞ്ഞത്. വീട്ടിലെ മറ്റാരുടെ അടുത്തല്ല അത് പറഞ്ഞത്, ഗബ്രിയുടെ അടുത്താണ് പറഞ്ഞത്. സ്വന്തം തന്ത വിളിച്ച് എന്നെ പൊരിച്ചിട്ട് പോലും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഇനി ഇത് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യകതയില്ല. എന്തായാലും ഏഷ്യനെറ്റും ബിഗ് ബോസ് ടീമും ലാലേട്ടനും എല്ലാവരും കൂടി കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരും പൊട്ടന്മാരും ആക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് ഷോ കാണുന്ന പ്രേക്ഷകരെ മുഴുവൻ വിഡ്ഢികളാക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.